മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കാണുന്ന പ്രധാനപ്പെട്ട പാസീവ് കമ്പോണന്റുകളിൽ ഒന്നാണ് ഇൻഡക്ടർ. ഇപ്പോൾ ഒരു റേഡിയോ സർക്യൂട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കോയിലുകൾ ഉണ്ട്. അതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് അളക്കേണ്ടതായിട്ട് വരും അത് സർവീസ് ചെയ്യുമ്പോൾ. ഇൻഡക്ടറിൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അളക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും വളരെ വിശദമായി തന്നെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ തിയറി പാർട്ടൊന്ന് നോക്കാം. ഇതാണ് കോയിലിൻ്റെ സിമ്പൽ. നോർമൽ കേസിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ അളക്കാൻ സാധിക്കില്ല. ഈ കോയിലിൻ്റെ കൂടെ പാരലലായി ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്താൽ ഇതൊരു ടാങ്ക് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. റെസൊണൻസ് സർക്യൂട്ട് എന്നും ഇതിനെ പറയുന്നു. ഈ ഒരു സർക്യൂട്ടിൽ ഒരു പുഷ് സ്വിച്ചും ഒരു ബാറ്ററിയും ഇതുപോലെ കണക്ട് ചെയ്തുകൊണ്ട് പുഷ് സ്വിച്ച് ഓണാക്കുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഈ പുഷ് സ്വിച്ച് റിലീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുകയും അവിടെ ടാങ്ക് സർക്യൂട്ട് ആയതുകൊണ്ട് അവിടെ ഒരു ഓസിലേഷൻ നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു ഡാംപ്ഡ് ഓസിലേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഔട്ട്പുട്ട് ഓസിലേഷൻ വേവ് ഫോമിന് കൃത്യമായൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, ടൈം പീരീഡും ഉണ്ടായിരിക്കും. F=1/T എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി കണക്കാക്കാൻ മറ്റൊരു ഇക്വേഷനുണ്ട്. അതാണ് F=1/2π√LC. ഇതിൻ്റെ ഫ്രീക്വൻസിയും കപ്പാസിറ്റർ വാല്യൂയും അറിയാമെങ്കിൽ ഇതിൻ്റെ ഇൻഡക്ടർ വാല്യൂ L=4π²R²C എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാങ്ക് സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡക്ടറിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഇൻഡക്റ്റൻസ് മീറ്ററിൻ്റെ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു LC സർക്യൂട്ടാണ്. ഞാനിവിടെ 2 കപ്പാസിറ്ററുകൾ ഈ LC സർക്യൂട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ LC സർക്യൂട്ടിൻ്റെ കൂടെ ഒരു ഡയോഡും റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ ഒരു ട്രിഗറിംഗ് പൾസ് ഇതിലേക്ക് കൊടുക്കുന്നത്. ഈ ട്രിഗറിംഗ് പൾസ് കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ആവാൻ തുടങ്ങുന്നു. പൾസ് കൊടുത്തു കഴിയുമ്പോൾ അത് ഡിസ്ചാർജായി ഓസിലേഷൻ ഉണ്ടാകാനും തുടങ്ങുന്നു. ആ ഓസിലേഷൻ ഔട്ട്പുട്ട് നമ്മളൊരു കമ്പാരേറ്ററിലാണ് കൊടുക്കുന്നത്. ഇത് സൈൻ വേവിനെ സ്ക്വയർ വേവ് ആക്കി കൺവേർട്ട് ചെയ്യും. LM339 എന്ന ലോ വോൾട്ടേജ് ലോ പവർ കമ്പാരേറ്റർ IC ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അർഡിനോയിലെ D13 എന്ന പെന്നിൽ നിന്നും ട്രിഗർ പൾസ് ഈ സർക്യൂട്ടിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് പൾസ് D11 എന്ന പെന്നിലേക്കാണ് പോകുന്നത്. കമ്പാരേറ്ററിൽ നിന്നുള്ള സ്ക്വയർ പൾസുകൾ 50% ഡ്യൂട്ടി സൈക്കിൾ ഉള്ളതായിരിക്കും. അതായത് കമ്പാരേറ്റർ ഔട്ട്പുട്ട് സ്ക്വയർ വേവിൻ്റെ റൈസിംഗ് എഡ്ജും ഫോളിംഗ് എഡ്ജും തമ്മിലുള്ള ടൈം പീരീഡ് ഈക്വൽ ആണെന്നാണ് അർത്ഥം. ആർഡിനോ റീഡ് ചെയ്യുന്നത് ഇതിൻ്റെ റൈസിംഗ് എഡ്ജ് ടൈം പീരീഡാണ്. ആ ടൈം പീരീഡിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ടോട്ടൽ ടൈം പീരീഡ് നമുക്ക് കിട്ടും. അതിനെ 1/T എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കാണാൻ സാധിക്കും. ആർഡിനോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ പ്രോഗ്രാമിങ്ങിലേക്ക് കപ്പാസിറ്റർ വാല്യൂ മാനുവലായിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ആർഡിനോ മൈക്രോ കൺട്രോളർ 1/4π²R²C എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡക്ടർ വാല്യൂ കണ്ടുപിടിക്കും. ആ ഇൻഡക്ടർ വാല്യൂ ആണ് ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന LCD ഡിസ്പ്ലേയിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് ഞാൻ ബ്രെഡ് ബോർഡിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. LM339 എന്ന കമ്പാരേറ്റർ IC ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ LCD ഡിസ്പ്ലേയിൽ ഞാനൊരു I²C മൊഡ്യൂൾ ഉപയോഗിക്കുന്നുണ്ട്. LCDയിലേക്കുള്ള കണക്ഷൻസ് നമുക്ക് ഈ മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. 1 മൈക്രോ ഫാരഡിൻ്റെ 2 നോൺ പോളാർ കപ്പാസിറ്ററുകളാണ് ഇതിൻ്റെ LC സർക്യൂട്ടിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡക്റ്റൻസ് മീറ്റർ പ്രോഗ്രാം ഞാൻ നേരത്തെ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ അർഡിനോയിലേക്ക് പവർ കൊടുക്കുന്നത് ഒരു ചെറിയ പവർ ബാങ്കിൽ നിന്നാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 100 മൈക്രോ ഹെൻറിയുടെ ഒരു ഫിക്സഡ് ഇൻഡക്ടറാണ്. $98.48 മൈക്രോ ഹെൻറി എന്ന വാല്യൂ ആണ് ഈ ഇൻഡക്റ്റൻസ് മീറ്റർ ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് 100 മൈക്രോ ഹെൻറി എന്ന വാല്യൂ ആണിത്. ഈ ഫിക്സഡ് ഇൻഡക്ടറിൽ 10% ടോളറൻസ് ആണ് ഉള്ളത്. ഇനി മറ്റൊരു കോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു AM ആൻറ്റിന കോയിലാണ്. $77.81 മൈക്രോ ഹെൻറിയാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത്. ഇനിയൊരു ഫെറൈറ്റ് റോഡ് ഈ കോയിലിൻ്റെ ഉള്ളിലേക്ക് കടത്തി നോക്കാം. $588.47 മൈക്രോ ഹെൻറിയാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത്. ഫെറൈറ്റ് റോഡ് വെച്ചപ്പോൾ വലിയൊരു ഇൻഡക്റ്റൻസ് വാല്യൂ ആണ് ഇതിപ്പോൾ റീഡ് ചെയ്യുന്നത്. ഇത്രയും ഇൻഡക്റ്റൻസ് ചെറിയൊരു കോയിലിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫെറൈറ്റ് റോഡ് AM റേഡിയോ ആൻറ്റന കോയിലുകളിൽ ഉപയോഗിക്കുന്നത്. ഇൻഡക്റ്റൻസ് മീറ്റർ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാനായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.